കോഴിക്കോട് നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് DCC സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. കടത്തനാട്ട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സർക്കാർ അംഗീകൃത സ്ഥാപനമെന്ന് വിശേഷിപ്പിച്ചാണ് DCC സെക്രട്ടറിയായിരുന്ന സുധീർ കുമാർ അടക്കമുള്ളവർ തന്നെ കബളിപ്പിച്ചതെന്നും താൻ മരിച്ചാലെങ്കിലും നിക്ഷേപിച്ച 75 ലക്ഷം രൂപ തിരികെ കിട്ടണമെന്നും ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കി. എന്നാൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കടത്തനാട് കോൺട്രാക്ട് സൊസൈറ്റിക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്നാണ് DCC നേതൃത്വം പറയുന്നത്. അതേസമയം ഇബ്രാഹിം ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് CPIM-ഉം നരഹത്യക്ക് കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കെന്ത് മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ, ബിനീഷ്, പിന്നെ മജീദ് ഇവരെല്ലാം പൂർണ്ണ ഉത്തരവാദിയായിരിക്കും. പിന്നെ കമ്പനി ഉത്തരവാദിയാണ് ഈ മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ. വെള്ളിയാഴ്ച രാവിലെ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മുൻ പ്രസിഡന്റ് കോൺഗ്രസ് നേതാവായ സുധീർ കുമാറിന്റെ വീടിനു മുമ്പിൽ തീകൊളുത്തി ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജി മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണനാണ് ഈ ശബ്ദ സന്ദേശം ഇബ്രാഹിം ഹാജി അയച്ചത്. ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച താൻ വഞ്ചിക്കപ്പെട്ടെന്ന് ഇബ്രാഹിം ഹാജി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഈ പൈസ ഒരിക്കൽ കൊടുത്ത സമയത്ത് പോലെ എന്നോട് പറഞ്ഞേ, ഈ നിങ്ങൾ ഈ തന്ന പൈസ ഒന്നും ഞങ്ങളെ തന്നിക്കില്ല, നിങ്ങൾ ഈ പൈസ മുഴുവനും കൊടുത്ത ബിനീഷിനാ കൊടുത്ത ഈ 3 ആളും എന്നോട് പറഞ്ഞു. ആ എഗ്രിമെന്റ് ഒരാഴ്ച മുന്നേ അതുകൊണ്ട് ഒരു മധ്യസ്ഥനും കൂടി പോലെ 3 ആളും പറഞ്ഞ് ആ എഗ്രിമെന്റിന്റെ ഡേറ്റിന്റെ ആ സമയത്തിന്റെ ഒരാഴ്ച മുന്നേ പറഞ്ഞ് എന്നെ വിളിച്ച് ഓഫീസിലിരുത്തിയിട്ട് എന്തെന്നാ നിങ്ങളെ വിഷയം, നിങ്ങളെ പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റൂല. എന്തുകൊണ്ട് നിങ്ങളെ പൈസ ഞങ്ങളെല്ലാം മേടിച്ച് ബിനീഷാ മേടിച്ച് ഞാൻ ചോദിച്ചു ബിനീഷ് മേടിക്കുക അല്ല സെക്രട്ടറി, നിങ്ങൾ എണ്ണിയിട്ട് വാങ്ങിയിട്ടല്ലേ എൻ്റെ ഓരോ അക്കൗണ്ടിലിട്ട് എത്ര ചെക്കുകളാണ് സുധികുമാറിന്റെ അക്കൗണ്ടിലല്ലേ ഇത് പോയെ, എന്നിട്ട് സെക്രട്ടറിയും പ്രസിഡന്റും സുധികുമാറും ഒപ്പിട്ടിട്ടല്ലേ ബൗണ്ട് എനിക്ക് തരുന്നത്, നിങ്ങൾ നിന്ന് പൈസ മേടിച്ചില്ല സുധികുമാർ അക്കൗണ്ടിലല്ലേ പോയെ, ഓൻ്റെ ഫോൺ നമ്പറിലെ ബാങ്ക് കൊടുത്ത് ഓൻ്റെ ഫോൺ നമ്പറിൽ അടിച്ച ശേഷമല്ലേ എനിക്ക് ബൗണ്ടിൻ്റെ അകത്ത് ഒപ്പിടുന്നത്, ഈ ഒപ്പെല്ലാരായിട്ട് എന്ന് ചോദിച്ചിട്ട് ഞാളെ മേടിച്ചിട്ടില്ല. ഈ സുധികുമാർ പറയുന്നത് എപ്പം ആര് ചോദിച്ചാലും ഞാളെ മേടിച്ചിട്ടില്ല. വടകര പോലീസ് സ്റ്റേഷനിൽ 3 മാസം മുമ്പ് വിളിപ്പിച്ച് എൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞ് ഈ പൈസ പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഈ ബൗണ്ടിൻ്റെ ഒപ്പൊന്നും ഞാനിട്ടല്ല, ഈ എഗ്രിമെൻറ്റിൻ്റെ ഒപ്പും ഞാനിട്ടല്ല, ഞാനൊരു പൈസ ഇയാളെ മേടിച്ചിട്ടില്ല എന്നാൽ ഈ സുധികുമാർ പോലീസ് സ്റ്റേഷനിലടക്കം മൊഴി കൊടുക്കുന്നത്. ഇബ്രാഹിം ഹാജിയുടെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. മരിച്ച ഇബ്രാഹിം ഹാജിയുടെ വസതിയും CPIM സംസ്ഥാന സെക്രട്ടറി സന്ദർശിച്ചു. മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇബ്രാഹിം ഹാജി തനിക്ക് അയച്ച ശബ്ദ സന്ദേശം മരണമൊഴിയായി കാണണമെന്നും കുറ്റക്കാരായ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നും BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു. അതേസമയം കടത്തനാട് സൊസൈറ്റിയുമായി കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ബന്ധവുമില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ MLA വ്യക്തമാക്കി. അതുമായി ബന്ധമുള്ള പാർട്ടി പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കുറ്റം ചെയ്തവരെ പാർട്ടിയിൽ വെച്ചുപൊറുപ്പിക്കില്ലെന്നും K പ്രവീൺകുമാർ പറഞ്ഞു. ഇതിനെക്കുറിച്ച് പരാതി ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ DCC സെക്രട്ടറി സാറിന് അദ്ദേഹത്തെ മാറ്റിവെച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ DCC സെക്രട്ടറി അല്ല, നിലവിൽ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അല്ല. കഴിഞ്ഞ ഷാഫി പറമ്പ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് പരസ്യമായി പ്രവർത്തനത്തിന് ഇറങ്ങിയ നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. 1.5 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തെ DCC സെക്രട്ടറി മാറ്റിയതാണ്. ഈ സൊസൈറ്റി കോൺഗ്രസുമായോ UDFോ യാതൊരു ബന്ധമില്ല, അഫിലിയേഷൻ ഇല്ല. പാർട്ടിയിൽ അഫിലിയേഷൻ ഇല്ലാത്ത എന്നാൽ പാർട്ടിക്കാരന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. കഴിഞ്ഞ ലോക്സഭയിൽ ഇത് പ്രവർത്തിച്ചില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇങ്ങനെ വിഷയമുണ്ടെന്നത്. ആ വിഷയമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റിയത്. ഇപ്പോൾ പക്ഷേ ഒരു നിക്ഷേപകനും പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചേനെ. മാത്രവുമല്ല പാർട്ടിക്ക് ഈ സംഘവുമായി ബന്ധമില്ല, പക്ഷേ പാർട്ടിക്കാർക്ക് ബന്ധമുണ്ട്. അത്തരം പാർട്ടിക്കാരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല. ഇബ്രാഹിം ഹാജി ജീവനൊടുക്കിയ സംഭവം കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കാനാണ് CPIM-ന്റെയും BJP-യുടെയും തീരുമാനം. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.